അവിടെ ദീപദാസ് മുൻഷി, അജയ് മാക്കൻ, മുകുൾ വാസ്നിക് അടക്കം ഈ നിരീക്ഷകർ, മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ, സണ്ണി ജോസഫ് എന്നിവർ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നടത്തുകയാണ്. ആർ ഷെയ്ദ് വിവരങ്ങളുമായി ചേരുന്നു. ഷെയ്ദ്, ഇപ്പോഴും ഏതെങ്കിലും തരത്തിലൊരു സമവായത്തിന്റെ സൂചനകൾ, ഒരു വെള്ളപ്പുക അവിടെ നിന്ന് ഉയരുന്നതായി ആരും പറഞ്ഞു കേൾക്കുന്നില്ല, ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെ തീരുമാനമാവാതിരിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയുള്ളൂ. എന്താണ് നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ കേരള രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രതീക്ഷിക്കേണ്ടത്? ഇപ്പോൾ അത് വി ഡി ആണെങ്കിൽ, അത് കെ സി ആണെങ്കിൽ, അത് ആർ സി ആണെങ്കിൽ? ഹാഷ്മി, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്ന നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന 3 പേരുകൾ കെ സി വേണുഗോപാൽ, വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, ഈ 3 പേരും പിന്മാറാൻ തയ്യാറല്ല എന്ന കാര്യം ഇപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ തന്നെ വ്യക്തമാക്കും. മാത്രമല്ല, സംസ്ഥാനത്തെ 63 കോൺഗ്രസ് MLA-മാരിൽ 47 പേരും പിന്തുണയ്ക്കുന്നത് കെ സി വേണുഗോപാലിനെയാണ്. അതിനപ്പുറത്തേക്കുള്ള പിന്തുണ തങ്ങൾക്കുണ്ട് എന്ന് കെ സി വേണുഗോപാലിനെ അനുകൂലിക്കുന്ന വിഭാഗം അവകാശപ്പെടുന്നുണ്ടെങ്കിലും നമ്മളുടെ അറിവിലേക്ക് വന്നിരിക്കുന്നത് 63-ൽ 47 പേരുടെ പിന്തുണയുണ്ടെന്നാണ്. അപ്പോൾ സാധാരണ നിലയിൽ കോൺഗ്രസിന്റെ നടപടിക്രമം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷം പേർ നിർദ്ദേശിക്കുന്ന ആൾ എന്ന നിലയ്ക്കാണ്. മാത്രമല്ല, അതിനൊപ്പം ഹൈക്കമാൻഡ് മറ്റു സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് വരും. എന്നാൽ നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷം എന്ന അടിസ്ഥാന ഘടകത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട്, നിരാകരിച്ചുകൊണ്ട് തീരുമാനത്തിലേക്ക് പോകുന്ന കീഴ്വഴക്കം കോൺഗ്രസിലില്ല. അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കാൻ നിർദ്ദേശിക്കാനുള്ള സാധ്യത നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. എന്നാൽ അപ്പോൾ തന്നെ മറ്റൊരു പ്രശ്നം ഉദിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വളരെ കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന പൊതുവികാരവും ഒപ്പം തന്നെ ഘടകകക്ഷികളുടെ പിന്തുണയുമുള്ള വി ഡി സതീശനെയും സീനിയർ നേതാവായ രമേശ് ചെന്നിത്തലയും എങ്ങനെ അനുനയിപ്പിക്കും എന്നതും ഹൈക്കമാൻഡിന് മുന്നിലുള്ള ഒരു വെല്ലുവിളിയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിൽ കുറഞ്ഞ് ഒന്നിനോടും വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന ഉറച്ച നിലപാട് വി ഡി സതീശൻ ഈ ചർച്ചയിൽ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ 5 കൊല്ലക്കാലം മുന്നണിയെ നയിച്ച നേതാവാണ് താൻ. അപ്പോൾ സ്വാഭാവികമായും ഈ പദവിയിൽ വന്നു ചേരേണ്ടത് തനിക്കാണ്. അതിന് ഉപോത്ബലകമായി 102 സീറ്റ് എന്ന വലിയ വിജയത്തിലേക്ക് മുന്നണി എത്തുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തനിക്ക് തീർത്തും അർഹതപ്പെട്ട പദവിയാണിതെന്ന് വി ഡി സതീശൻ കരുതുന്നു. അങ്ങനെയുള്ള സതീശനെ എങ്ങനെ മെരുക്കും, എങ്ങനെ അനുനയിപ്പിക്കും എന്നത് ഒരു പ്രശ്നമാണ്. മറുവശത്ത് രമേശ് ചെന്നിത്തല സംസ്ഥാനത്തെ ഏറ്റവും സീനിയറായ കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ്. 8 കൊല്ലക്കാലം KPC പ്രസിഡന്റായിരുന്നു, പലതവണ മന്ത്രിയായി, പലതവണ കേന്ദ്രമന്ത്രിയായി, ദീർഘകാലം MP ആയിരുന്നു. അങ്ങനെ ദീർഘകാലത്തെ അനുഭവ പരിജ്ഞാനമുള്ള, പരിചയസമ്പത്തുള്ള, ഭരണ നേതൃത്വ മികവുള്ള രമേശ് ചെന്നിത്തലയെ എങ്ങനെ ഒഴിവാക്കും എന്നതും ഒരു പ്രശ്നമാണ്. കഴിഞ്ഞ 5 കൊല്ലക്കാലം തനിക്ക് ഒരു പദവിയും ഇല്ലായിരുന്നു. എങ്കിലും ഒരു തരത്തിലുള്ള അസ്വാരസ്യങ്ങളും പ്രകടിപ്പിക്കാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടിയെത്തി ഒരു പ്രതിപക്ഷ നേതാവിനേക്കാൾ കൂടുതൽ താൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രചാരണ സമിതി അധ്യക്ഷനായി പ്രവർത്തിച്ച് മുന്നണിയെ വിജയത്തിലെത്തിക്കുകയും ചെയ്തു എന്നതാണ് രമേശ് ചെന്നിത്തല അവകാശവാദം. അങ്ങനെയുള്ള ചെന്നിത്തലയെ എങ്ങനെ മെരുക്കും എന്നതും ഹൈക്കമാൻഡിനുള്ള വെല്ലുവിളിയാണ്. അപ്പോൾ 3 നേതാക്കളും പിന്മാറാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷം എന്ന ഒറ്റക്കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുത്താൽ അത് കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറികൾ ഉണ്ടാക്കുമെന്ന ആശങ്കയുണ്ട്. എന്നാൽ അത്തരം പൊട്ടിത്തെറികൾ തടയുന്നതിനുള്ള ഒരു മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ വി ഡി സതീശനെ അനുകൂലിച്ച് തിരുവനന്തപുരത്ത് പ്രകടനം നടത്തിയ നേതാക്കൾക്കെതിരെ നോട്ടീസ് അടക്കം നൽകിക്കൊണ്ട് അച്ചടക്കത്തിൻ്റെ വാൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം KPCC വീശാൻ തുടങ്ങിയിരിക്കുന്നത്. കാരണം ഇനി പ്രതിഷേധം ഹൈക്കമാൻഡ് തീരുമാനം വന്നാൽ അതിനെ എതിർത്ത് തെരുവിലേക്ക് പ്രകടനവുമായി വരുന്ന നേതാക്കളെക്കെതിരെ ഒരു ദാക്ഷിണ്യവുമില്ലാത്ത നടപടി സ്വീകരിക്കുമെന്ന കർശനമായ സന്ദേശമാണ് ഈ നടപടികളിലൂടെ KPCCയും ഹൈക്കമാൻഡും നൽകുന്നത്. അതുകൊണ്ട് തന്നെ തീരുമാനമെടുക്കുമ്പോൾ ഈ തീരുമാനം ഒരുപക്ഷെ KCക്ക് അനുകൂലമായാൽ തന്നെ പാർട്ടിക്കകത്തെ പൊട്ടിത്തെറികൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഓക്കെ, ആർ സി തന്നെ ആ വാർത്തയുടെ വിവരങ്ങൾ നൽകുമായിരുന്നു. അച്ചടക്കത്തിന്റെ വാൾ എന്നൊക്കെ CPM-ൽ പറഞ്ഞാൽ ഒരു പക്ഷേ CPM അണികൾ കേൾക്കുമായിരിക്കാം. പക്ഷേ കോൺഗ്രസിൽ അച്ചടക്കത്തിന്റെ വാളും പുറത്താക്കൽ എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം അത് വർക്കൗട്ടാവും എന്ന കാര്യം അറിയില്ല. കാര്യം KPCC ഒന്നല്ല 2 ആവർത്തി പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ തെരുവുകൾ നിറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. കോൺഗ്രസ് CPM പോലൊരു കേഡർ പാർട്ടിയല്ല. അതുകൊണ്ട് അത്തരത്തിൽ ശാസനകൾ താഴെത്തട്ടിൽ ഇന്ന് കേൾക്കുന്ന പ്രവർത്തകരാണോ അതിൻ്റെ പ്രവർത്തകർ എന്ന കാര്യം അറിയുന്നു. കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ഇപ്പോഴും ഏതെങ്കിലും തരത്തിലൊരു വെള്ളപ്പുക അവിടെ ഉണ്ടാവുന്നില്ല. ഏതെങ്കിലും തരത്തിൽ തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല. 4 മണിക്ക് ഷാർപ്പ് ചർച്ച തുടങ്ങിയതാണ് എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും. ഇപ്പോൾ 4:51 ആവുന്നു സമയം. 50 മിനിറ്റിൽ ചർച്ചയിലും ഏതെങ്കിലും തരത്തിൽ ആര് മുഖ്യമന്ത്രി, ചർച്ചയിൽ പുരോഗതിയില്ലെന്ന് പറയുന്നില്ല, പക്ഷേ ആര് മുഖ്യമന്ത്രി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട $1 മില്യൺ ചോദ്യത്തിലേക്ക് ഉത്തരം വന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് തന്നെ ആ ഉത്തരം വരും എന്ന് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ പറയുന്നുമുണ്ട്. നമുക്ക് നോക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.